വെൽക്കം ടു ഫ്രൈ പാൻ കിച്ചൺ. ഇന്ന് ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പനീർ വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പനീർ ഞാനിവിടെ 250 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് വെള്ളം, 1/2 കപ്പ് മൈദ, ഓട്സ്. ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, കുരുമുളക് പൊടി, ചെറുതായി അരിഞ്ഞ കറിവേപ്പില, ഇഞ്ചി പേസ്റ്റ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിലേക്ക് മാവ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, ചെറുതായി അരിഞ്ഞ കറിവേപ്പിലയും ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കാൻ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യമേ തന്നെ കാണാം. ഇത് തയ്യാറാക്കാൻ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം തന്നെ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മുടെ കയ്യിൽ പനീറൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കാൻ. ഇനി ബാറ്ററിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി കവർ ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും മസാല ചേർത്ത് വേണം ഇത് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഓട്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട ശേഷം ഓട്സ് നന്നായി ഒന്ന് കവർ ചെയ്ത് ബോൾ രൂപത്തിലാക്കി പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഓട്സ് ഒന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അത് ഒന്ന് റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്തിട്ട് ബോൾ രൂപത്തിലാക്കി എടുക്കാം. എല്ലാ പനീറും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോ ബോൾസ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. നമ്മുടെ ഓട്സൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മസാലകളൊന്നും നന്നായി വെന്ത് കിട്ടില്ല. ഇപ്പോൾ ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഭാഗം മറിച്ചിട്ടൊന്ന് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പനീർ കുർക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ടൊമാറ്റോ സോസ് വെച്ചിട്ടോ അതുപോലെ മല്ലിയില ചമ്മന്തിയൊക്കെ വെച്ച് കഴിക്കാം. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓട്സൊക്കെ ചേർന്നുകൊണ്ട് കുറേ നേരം ഇത് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്തൊരു ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം.